ശതാബ്ദിയോടടുക്കുന്ന മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്ക് കാലങ്ങളായി കോൺഗ്രസാണ് ഭരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നിക്ഷേപകരുടെ 60 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തത്. എൻ്റെ 2 മക്കളും സംസാരിക്കാത്തതും ചെവിയാക്കാത്തതുമാണ്. അവിടെ മൂത്ത മോടെ സ്വർണ്ണം, അവർക്ക് വീടില്ല, അവരുടെ സ്വർണം പറ്റി ഞാനിവിടെ ബാങ്കിൽ കൊണ്ടിട്ടതാണ്. അവർക്കൊരു വീട് പണി ചോർന്നൊലിച്ച വീട്ടിലാണ് കിടക്കുന്നത്. ഒരു നിവൃത്തിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? അവരാ വീട്ടിൽ തന്നെ ഒലിച്ചെടുത്താണ് കിടക്കുന്നത്. ഒരു പൈസ ഞാൻ കയറി ഇറങ്ങി എനിക്ക് കിട്ടിയിട്ടില്ല. ഈട്ടം കൂടിയ പാർസ കൊണ്ട് എനിക്ക് കൂട്ട് വന്ന് എൻ്റെ പാർശ്വാന്ന് നടന്ന് കൈയും പൊങ്ങാൻ ചെയ്യാം, കടക്കാൻ ചെയ്യാം, 1 മാസം ഒരു നടക്കാൻ ചെയ്യാം, ചൂടാൻ വയ്യ, കിടക്കാൻ വയ്യാം. എൻ്റെ ഭർത്താവ് BSNL ജോലിയായിരുന്നു. അവിടെ വെച്ച് സ്ട്രോക്ക് ഉണ്ടായി തളർന്നപ്പോൾ ഞങ്ങൾക്ക് 9 ലക്ഷം രൂപ അവിടെ കൊണ്ടിട്ടതാണ്. അതിന് ഞങ്ങൾ അന്ന് തൊട്ട് കയറി ഇറങ്ങുക, ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾ അവിടെ തോർത്ത് വിരിച്ചവിടെ ഇരുന്നു. ARSലെ സാറുമാർ പറഞ്ഞു നിങ്ങൾക്ക് പൈസ ഞങ്ങൾ വാങ്ങിച്ചു തരാം, നിങ്ങൾ ഒപ്പിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടു കൊടുത്തിട്ട് പോലും അത് ഓവൻ സാർ തരുന്നില്ല. 1 മാസം എന്നെ നടത്തിച്ചു. ഇപ്പം തരാം, പിന്നെ തരാം ചേച്ചി, പിന്നെ 2 ദിവസം കഴിഞ്ഞു പോവാ എന്നൊക്കെ പറഞ്ഞ് നടത്തിച്ചു. കല്യാണത്തിന് ഒരു 4 ദിവസത്തേക്ക് മുമ്പ് എന്നെ വിളിച്ചു പറയും, ചേച്ചി ഒരു കാര്യം ചെയ്യുക, ആരോടെങ്കിലും കടം മേടിയില്ലേ. കേസിലെ പ്രതികളിൽ നിന്ന് റവന്യൂ റിക്കവറി നടത്തി പണം ഈടാക്കാൻ 4 വർഷം മുൻപ് സഹകരണ വകുപ്പ് നടപടി ആരംഭിച്ചെങ്കിലും 1 രൂപയുടെ പോലും സ്വത്ത് തിരികെ പിടിച്ചിട്ടില്ല. ഈ ബാങ്കിലാണ് ആദ്യം ഈ പ്രശ്നം നടക്കുന്നത്. അത് കഴിഞ്ഞാണ് കരുവന്നൂർ ബാങ്കിൽ. പക്ഷെ കരുവന്നൂർ ബാങ്കിലേക്ക് അവർ ആക്ഷൻ എടുത്തു. ഇവിടെ ഇതുവരെ ഞങ്ങളെപ്പോലുള്ളവർ കയറി ഇറങ്ങി നടക്കുക. എൻ്റെ കുഞ്ഞിനെ പഠിക്കാനിട്ടിരുന്ന പൈസ, എൻ്റെ അനിയത്തിയുടെ പൈസ, എൻ്റെ പൈസ, ഞങ്ങളുടെ ഏതാണ്ട് 1 കോടി കൂടുതൽ രൂപ കിടപ്പുണ്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിൽ അവൾ MBBS എടുക്കാനിരുന്നു, അത് പഠിക്കാതെ പിന്നെ അവൾ എഞ്ചിനീയറിംഗിലോട്ട് തിരിച്ചു. അവിടെ മോഹം പോയി. LDF വന്നിട്ടും ഒന്നും ശരിയാകാഞ്ഞതോടെ നിക്ഷേപകർ ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതിയിലും എതിർ പാർട്ടിയിൽപ്പെട്ട അഴിമതിക്കാരോട് മൃദു സമീപനമായിരുന്നു സർക്കാരിന്. നിക്ഷേപകർ പല പ്രാവശ്യം മന്ത്രിയെ പോയി കണ്ടു. മന്ത്രി പുതിയ പാക്കേജുകൾ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നല്ലാതെ ഇതുവരെയും നമുക്ക് വേണ്ടി ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇതിനോടകം 8 DYSPമാരാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയത്. ഇതുവരെയും കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുക്കാൻ പോലും ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. പണം തിരികെ നൽകുന്നതിൽ 6 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് ഏതാനും ദിവസം മുൻപ് ഹൈക്കോടതി സർക്കാരിന് നൽകിയ നിർദ്ദേശത്തിലാണ് നിക്ഷേപകരുടെ പ്രതീക്ഷ. സഹകരണ മേഖലയെ സംരക്ഷിക്കുകയെന്നാൽ കൊള്ളക്കാരെ ചേർത്തു പിടിക്കുന്നതല്ല. കട്ടുമുടിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടായാലേ സഹകരണ മേഖലയുടെ വിശ്വാസം വീണ്ടെടുക്കാനാകൂ. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.